ഹായ് ഹലോ ബെനീസ് വ്ലോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ടിഡ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിലുള്ള പനോരമിക് ടെറസിലെ കാഴ്ചകളാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. ഇന്നത്തെ വീഡിയോ ടിഡ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന മഞ്ഞ് മലകളിലൂടെയുള്ള നടത്തമാണ്. അപ്പോൾ ഇതാണ്, ഈ റൂട്ടിലാണ് നമ്മൾ പോകുന്നത്. ആരോ കാണുന്ന സ്ഥലത്തൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക. നമ്മുടെ ചാനൽ ബെനീസ് വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടിറ്റ്ലിസിലെ ഹിമത്തിൽ ഒരു നടത്തം. ടിറ്റ്ലിസ് സ്വിറ്റ്സർലൻഡിലെ ഒരു ലോകപ്രസിദ്ധമായ പർവ്വത ശൃംഗമാണ്. തൻ്റെ സുന്ദരമായ ഹിമം, എപ്പോഴും തണുത്ത കാലാവസ്ഥ, ആകാശത്തിലെ മേഘങ്ങൾ എന്നിവ കൊണ്ട് ലോകം മുഴുവനും പ്രതീക്ഷയുള്ള യാത്രക്കാർക്ക് ആകർഷണം നൽകുന്നു. ടിറ്റ്ലിസ് എന്ന വിശാലമായ പർവ്വതത്തിൻ്റെ മുകളിലായി ഹിമഭൂമിയിൽ നടക്കാനുള്ള അനുഭവം സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്ന അനുഭവമാവുന്നു. ഈ വീഡിയോയിലൂടെ ടിറ്റ്ലിസിൻ്റെ മുകളിൽ ഹിമത്തിൽ നടക്കുന്ന ഒരു യാത്രയുടെ വിശേഷങ്ങൾ വിശദീകരിക്കപ്പെടുന്നു. നമ്മളിവിടുന്ന് അങ്ങോട്ട് കയറുന്ന ഒരു ഭാഗം എല്ലാം മഞ്ഞ് മുഴുവൻ ഇങ്ങനെ തെന്നിക്കിടക്കുവാണ്. വളരെ അവിടെ ഒരു ചെറിയൊരു കയറ് കെട്ടിയിട്ടുണ്ട്. അത് സ്കിഡിങ് ഉണ്ട്. ഇവിടെ ഒരു സ്വല്പം കൺജഷൻ ഉണ്ട്. അവിടുന്ന് ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് മേളിലേക്ക് ആൾക്കാർ കയറുന്നുണ്ട്. ആ ഒരു സ്കിഡിങ് ടെൻഡൻസി അവിടെ ഉള്ളതുകൊണ്ട് ഈ മഞ്ഞ് ഉറഞ്ഞു കഴിയുമ്പം അവിടെ ചവിട്ടി വരുമ്പോഴത്തേനും അവിടെ ഒരു അടിഭാഗം നല്ലതായിട്ട് ഉറയുകയും ചെയ്യും. മുകളിൽ കുറച്ച് ലൂസായിട്ട് കിടക്കുന്നത് തെന്നാനുള്ളൊരു ചാൻസും ഉണ്ട്. ഐസിൽ നമ്മൾ മറിഞ്ഞു വീണാൽ ഒടിയാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ടിറ്റ്ലിസിൻ്റെ പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിച്ചേരുമ്പോൾ ഹിമഭൂമിയിൽ നമുക്ക് പ്രകൃതിയുടെ ഏറ്റവും ശുദ്ധമായ രൂപം കാണാനാകും. 3000 മീറ്റർ ഉയരമുള്ള ടിറ്റ്ലിസ് സാന്ദ്രമായ മഞ്ഞും വാസ്തവത്തിൽ ശൈത്യത്തിൻ്റെ ഓരോ ഘട്ടവും അറിയാനാകുന്ന അനുഭവങ്ങൾ നൽകുന്നു. ഇപ്പം ഇനി പോകുന്ന പ്രദേശത്ത് കുഴപ്പമില്ല, അവിടെ തന്നലില്ല. കുറച്ച് മുമ്പേ ഉണ്ടായിരുന്ന ആ ഒരു അവിടെ വളരെ വീതി കുറഞ്ഞ് കുറച്ചൊരു ഏരിയ കൂടിയാണ് ആൾക്കാർ കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് അവിടെ അത്രയും തെന്നലുണ്ടായത്. ഇവിടെ ആൾക്കാരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചിലർ സെൽഫി എടുക്കുന്നു. കപ്പിൾസായിട്ട് വന്നവർ അന്യോന്യം രണ്ടുപേരിൽ നിന്നുള്ള സെൽഫിയും ഒക്കെ എടുക്കുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ടുള്ളവർ എടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്ത് മുന്നോട്ട് പോകുന്നു. ഒത്തിരി ഇന്ത്യൻസ് ഉണ്ട്. ഇവിടുന്നുള്ള ഈ കൊണ്ടുപോകുന്ന ട്രാവൽ ഏജൻസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷനാണ് ടിറ്റ്ലിസ്. അവരുടെ ഈ സ്വിറ്റ്സർലൻഡിലെ ഒരു കാഴ്ച ഈ ടിറ്റ്ലിസ് പർവ്വതത്തിൽ കയറുക എന്നുള്ളതാണ്. ഹിമം നിറഞ്ഞ പർവ്വതത്തിലേക്ക് കയറുന്നവൻ അവിടെ കാണുന്ന വലിച്ചുപിടിക്കുന്ന കാഴ്ചകൾ കാണാനായി കയറ്റത്തിലെ തണുപ്പും ആസ്വദിക്കും. പർവ്വതത്തിന് മുകളിൽ നിന്നുള്ള വിശാലമായ കാഴ്ചകൾ പൂർണ്ണമായും പ്രകൃതിയുമായി ചേർന്ന് തീർക്കുന്ന ഒരു അനുഭവമാണ്. ഒരാൾ അവിടെ മറിഞ്ഞു വീഴുന്നു വളരെ. അപ്പോൾ അതുപോലെ ഇങ്ങനെ ആ മഞ്ഞ് ഇവിടെ ഇങ്ങനെ കട്ടയായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലെല്ലാം ലെഫ്റ്റ് സൈഡിലൊക്കെ ഇങ്ങനെ കട്ടയായിട്ട് കിടക്കുവാണ്. പക്ഷെ ലെഫ്റ്റ് സൈഡിൽ അവിടെ ഒരു വലിച്ചു കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ താഴെ അഗാധമായ കൊക്ക പോലെയുള്ള സ്ഥലമാണ്. റൈറ്റ് സൈഡിൽ കുറച്ച് ഭാഗം കൂടെ മഞ്ഞ് മൂടി കിടപ്പുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡ് അഗാധമായ കൊക്കയാണ്. ആ മുകളിൽ ആൾക്കാർ നിൽക്കുന്നിടം വരെയുണ്ട് മഞ്ഞുണ്ട്. അവിടെയും അവർ വലിച്ചു കെട്ടിയിട്ടുണ്ട്. ഈ മുകളിലത്ത് കാണുന്ന ഭാഗത്ത് നല്ല കട്ടിയിൽ മഞ്ഞ് കിടപ്പുണ്ട്. അതിനകത്തൂടെ ചിലർ നടക്കുന്നുണ്ട്. കുറേ പേര് ആൾക്കാർ
ഇത് കാഴ്ച കണ്ടിട്ട് തിരിച്ചു പോകുന്നുണ്ട്. സ്കീയിങ്ങിനുള്ള ആൾക്കാർ ഇവിടെ നിൽപ്പുണ്ട്. സഞ്ചാരത്തിൻ്റെ സുഖം. നമ്മുടെ ടിറ്റ്ലിസ് ഹിമയാത്ര ഒരു നവീനമായ അനുഭവമായി മാറുന്നു. മഞ്ഞിലും തണുപ്പിലും നടക്കുമ്പോൾ ടിറ്റ്ലിസ് എത്രത്തോളം പ്രകൃതിയുടെ സൗന്ദര്യം കാണിക്കുന്ന സ്ഥലമാണെന്ന് ഓരോ പടി കടക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നു. ടിറ്റ്ലിസിൻ്റെ മഞ്ഞിൽ നടന്നു പോകുന്ന സഞ്ചാരത്തിൻ്റെ അപൂർവ സൗന്ദര്യം. മഞ്ഞിൽ മൂടിയ ആൽപ്പുകളുടെ കാഴ്ചകൾ, മലമുകളിൽ നിന്നുള്ള വെളുത്ത മഞ്ഞുപാളികൾ ഒരുപക്ഷെ സ്വപ്നലോകത്തിൽ കടന്നു പോയെന്നാണ് തോന്നുക. ഈ അനുഭവം ഉണ്ടാകുന്നത് ടിറ്റ്ലിസ് പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു തവണ കാൽവച്ചാൽ മാത്രം. 3238 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പർവ്വതം ലോകമെമ്പാടുമുള്ള സഞ്ചാരികൾക്ക് ഒരു സ്വർഗം പോലെ തോന്നിക്കുന്നതാണ്. നമ്മൾ അങ്ങേ ഭാഗത്തേക്ക് അടുക്കുകയാണ്. അവിടെ ക്ലിഫ് വാക്കും ഐസ് ഫ്ലയറും ആണ് ഉള്ളത്. ടിറ്റ്ലിസിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് 360 ഡിഗ്രി കറങ്ങുന്ന കേബിൾ കാറിൽ യാത്ര ചെയ്യും. ഈ 360 ഡിഗ്രി കാഴ്ച തരുന്ന ഈ ലോകപ്രശസ്ത കേബിൾ കാറിൽ കയറിയപ്പോൾ തന്നെ മഞ്ഞിൽ പൊതിഞ്ഞ പർവ്വതങ്ങളുടെ കാഴ്ച നമ്മളെ അമ്പരപ്പിച്ചു. മലമുകളിൽ ഇറങ്ങിയപ്പോൾ ആദ്യമൊരിക്കൽ തണുപ്പും മഞ്ഞിൻ്റെ പ്രകാശവും ആദ്യമായിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് അതിശയിപ്പിക്കുന്ന അനുഭവമാണ് നൽകുന്നത്. മഞ്ഞുപാളികളിൽ കൈതട്ടി അതിൻ്റെ തണുത്ത പൊടികൾ നമ്മൾക്ക് നമ്മുടെ കയ്യിലെല്ലാം ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. ഓരോ കാറ്റ് വീശുമ്പോഴും മഞ്ഞുപൊടികൾ പാറിപ്പറക്കുന്നത് ഒരു സ്വർഗീയമായ കാഴ്ച തന്നെയാണ്. മഞ്ഞിൽ നടന്ന് മുന്നോട്ട് പോയി താഴോട്ട് നോക്കുമ്പോൾ മഞ്ഞിൽ മൂടിയ മേഘങ്ങൾ ഒരു കടലാസ് പോലെ കാണപ്പെടും. കാഴ്ചയ്ക്ക് അറ്റമില്ലാത്ത മഞ്ഞ് പടർപ്പുകളും കടും വെളുപ്പിൽ മിന്നുന്ന മലകൾ മനസ്സ് മുഴുവൻ ശാന്തി നിറയ്ക്കും. ടിറ്റ്ലിസിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ആൽപ്പുകളുടെ മലനിരകൾ എങ്ങും പരന്നു കിടക്കുന്ന മനോഹരമായ കുപ്പായമണിഞ്ഞ ഒരു വിശാല മേഘക്കടൽ പോലെ തോന്നും. സമീപത്തുള്ള മറ്റു മലകളിലും മഞ്ഞിന്റെ തട്ടുകളിൽ തിളങ്ങും. ചിലപ്പോൾ മഞ്ഞിന്റെ വെളുത്ത സമതലത്തിൽ ഒരു ചെറിയ തടാകം നീലക്കല്ല് പോലെ മിന്നുന്നത് കാണാം. സൂര്യന്റെ കാന്തി മഞ്ഞിൽ വീഴുമ്പോൾ അതിന്റെ പ്രതിഫലനം ഒരു മിന്നുന്ന ക്രിസ്റ്റൽ പോലെ കാഴ്ചയ്ക്ക് സമൃദ്ധി നൽകും. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകൾ മഞ്ഞിന്റെ രസങ്ങൾ ആസ്വദിക്കുന്നതും മഞ്ഞ് കയ്യിലെടുത്ത് അന്യോന്യം വലിച്ചെറിയുന്നതും നമ്മുടെ ചുറ്റും കാണാനാകും. ആ കാഴ്ച സങ്കല്പത്തിൻ്റെ അതീതമായൊരു പ്രപഞ്ചം സൃഷ്ടിക്കുന്നു. ടിറ്റ്ലിസ് ഗ്ലേഷ്യർ അതിൻ്റെ അത്യന്തം വ്യത്യസ്തതയാൽ വിസ്മയിപ്പിക്കുന്ന ഒന്നാണ്. വർഷങ്ങൾക്ക് മുമ്പുള്ള ഐസ് ഇപ്പോഴും ഇവിടെ ഉരുകാതെ നിലനിൽക്കുന്നു. സ്നോ ബ്രിഡ്ജിന്മേൽ നടക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോഴുള്ള സഹജമായ ഭയം തോന്നുന്നില്ലെങ്കിൽ പൂർണ്ണമായ ഒരു സ്വർഗീയ അനുഭവമാകും. ടിറ്റ്ലിസ് ക്ലിഫ് വാക്ക് ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള സസ്പെൻഷൻ ബ്രിഡ്ജിൽ നിന്ന് താഴോട്ടുള്ള മഞ്ഞുകൂട്ടം കാണുമ്പോൾ നമുക്ക് ശ്വാസം മുട്ടും. ടിറ്റ്ലിസ് ക്ലിഫ് വാക്കാണ് അടുത്തത്. ആ കാണുന്ന പാലത്തിലൂടെയുള്ള യാത്ര തൂക്കുപാലം പോലെയുള്ള യാത്ര. അതിൽ നമ്മൾ ഇത് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.